ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കനവ് വിത്ത് അസ്. സോ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ട്രാൻസ്പെറൻറ്റ് മൗസ് ആർട്ടിഫോക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആയിരുന്നു. ഒരു 2-3 മാസം മുമ്പ് ഇത് വളരെ പോപ്പുലർ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് വീഡിയോസ് വന്നുകൊണ്ടിരുന്നതായിരുന്നു, ഒരു ബഡ്ജറ്റ് ട്രാൻസ്പെറൻറ്റ് മൗസ് എന്ന പേരിൽ. സോ ആക്ച്വലി ഇത് ബഡ്ജറ്റ് ട്രാൻസ്പെറൻറ്റ് മൗസ് തന്നെയാണ്. ഇതിന്റെ ഒരു ഫീച്ചേഴ്സും ഇതിന്റെ ഒരു കേപ്പബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ 699 ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആർട്ടിഫോക്സിന് രണ്ട് ടൈപ്പ് മൗസ് ഉണ്ടായിരുന്നു ട്രാൻസ്പെറൻറ്റ്. ഒന്ന് വയർലെസ് USB ഇന്റർഫേസ് മാത്രമുള്ളതും മറ്റേത് ഡുവൽ ബ്ലൂടൂത്ത് ആൻഡ് വയർലെസ് ഇന്റർഫേസ് ഉള്ളതും. സോ ഞാൻ ഇന്നിപ്പം കൊണ്ടുവരുന്നത് രണ്ടാമത്തെ മോഡലിന്റെ ഒരു 3 months യൂസർ എക്സ്പീരിയൻസ് ആണ്. ഇതാണ് ആർട്ടിഫോക്സിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെ ആർട്ടിഫോക്സ് പ്യുർ വ്യൂ ട്രാൻസ്പെറൻറ്റ് വയർലെസ് ബ്ലൂടൂത്ത് റീചാർജ് മൗസ് എന്നാണ് ഈ മൗസിന് പറയുന്നത്. സോ ഇതിന് വയർലെസ് മാത്രമായിട്ടുള്ള മൗസും ഉണ്ട്. സോ മേടിക്കുമ്പോൾ സൂക്ഷിക്കുക. അതും ഏതാണ്ട് ഒരു 500 റുപ്പീസ് ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ. സോ ഞാൻ വാങ്ങിയപ്പോഴും ഞാൻ അറിയാതെ വയർലെസ് മൗസ് ആണ് വാങ്ങിയത്. സോ അത് ഞാൻ റിട്ടേൺ ചെയ്തിട്ട് പിന്നെ വയർലെസ് ആൻഡ് ബ്ലൂടൂത്ത് മൗസ് വാങ്ങി. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പല കളറിൽ അവൈലബിൾ ആണ്. സ്പേസ് ഗ്രേ, ബീൻ ഗ്രീൻ, വൈറ്റ്, പിങ്ക്, ഓറഞ്ച്, ഗ്രേ. സോ ഇങ്ങനെ പല കളേഴ്സിലും ഇത് അവൈലബിൾ ആണ്. ആൻഡ് ഇതിന് ഇപ്പം 699 ആണ് വില. ഇപ്പം ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇതിപ്പം സോൾഡ് ഔട്ട് ആണ്. എങ്കിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മൗസ് വരുന്നത് ഇങ്ങനൊരു ബോക്സിലായിരിക്കും. പ്യുർ വ്യൂ ഡുവൽ ബ്ലൂടൂത്ത് വയർലെസ് റീചാർജബിൾ മൗസ്. ഇങ്ങനെ ആയിരിക്കും, ഒരു ബോക്സിലായിരിക്കും ഇത് വരുന്നത്. സോ ഇതിൻ്റെ കൂടെ ഒരു USB-A to C ടൈപ്പ് ചാർജിങ് കേബിളും കൂടെ വരും. അതായത് നമ്മൾക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്കിനി കുറച്ച് മൗസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മൗസാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് നമുക്കിത് തുറക്കാം. സോ ഇതാണ് അതിൻ്റെ ഒരു കവർ, ടോപ്പ് കവർ. സോ അത് മൗസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രോങ് മാഗ്നറ്റ്സ് വെച്ചിട്ടാണ് 3 സോ ഇവിടെ നോക്കാം, 3 ഉണ്ട്. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ബട്ടൺസ്. ഇത് വളരെ മിനിമൽ സൗണ്ടാണ്, അത് സൗണ്ട് ഇല്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സോ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റൽ റോളറാണ് നമുക്ക് സ്ക്രോളിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ്, അതായത് നമ്മളിപ്പോൾ ഏതൊരു സ്ക്രീനിലാണെങ്കിലും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലേക്ക് പോകും. അതിനു വേണ്ടിയുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വിൻഡോസിൽ മാത്രമേ വർക്ക് ആകത്തുള്ളൂ. ഇത് DPI ലെവൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ബട്ടൺ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ബാറ്ററിയുടെ ഒരു ഷേപ്പിലൊരു ഇതുണ്ട്. അതിലൊരു 4 LED കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കാണിക്കുന്നത്. സോ ഇത് ഒരു USB ഇൻ്റർഫേസ് ആണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെയോ ഡെസ്ക്ടോപ്പിൻ്റെയോ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാണിച്ചു തരാം. ഇവിടെ ഒരു ആർട്ടിഫോക്സിൻ്റെ ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു LED ആണ്. നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഓൺ ചെയ്ത് കഴിയാം. ഇതാണ് ഓൺ ചെയ്യുന്ന ബട്ടൺ. സോ ഇത് നമുക്ക് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്യാം. സോ ഇപ്പം ഇവിടെ ലൈറ്റ് എത്തുന്നുണ്ട്. സോ ഇപ്പം എൻ്റെ ഒരു ഡിവൈസ് ഉണ്ട്. ഇപ്പോൾ അതുമായിട്ട് പെയർ ചെയ്ത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇവിടെ നമുക്ക് ബാറ്ററിയുടെ ലെവലും കാണാം. ഇപ്പോൾ ഫുൾ ചാർജ് ആണ്. സോ നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ലൈറ്റ് പോവുകയും ചെയ്യും. സോ പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 2 ബ്ലൂടൂത്ത് ഡിവൈസും ഒരു ഡിവൈസ് ഡോങ്കിൾ വെച്ചും കണക്ട് ചെയ്യാം. സോ അത് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളത്. സോ ഇപ്പോൾ ഇവിടെ ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഗ്രീൻ കളർ കാണിക്കുന്നത് ഡോങ്കിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഡോങ്കിൾ നമുക്ക് ആ നമുക്ക് USB പോർട്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസുമായിട്ട് ഇത് കണക്ട് ആവും. സോ അടുത്ത് എനിക്ക് കഴിഞ്ഞാൽ ഇത് ബ്ലൂ കളർ ഫസ്റ്റ് ബ്ലൂടൂത്ത് ഡിവൈസ്. ഇത് നമുക്കിപ്പം പെയറിങ്ങിലായിരിക്കും. ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ടാബ്ലറ്റിലോട്ടോ കണക്ട് ചെയ്യാം. ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്ലൂടൂത്ത് സെക്കൻഡ് ഡിവൈസ് ആണ്. ഇതിപ്പോൾ ബ്ലിങ്ക് ചെയ്തു. ഇതിപ്പം ഞാൻ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഐപാഡിലേക്ക്. സോ ഇപ്പോൾ അതുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആ ലൈറ്റ് പോയത്. ഇല്ലെങ്കിൽ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അത് പെയറിംഗ് മോഡിലോട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നുമായിട്ട് കണക്ട് ചെയ്തില്ലെന്നാണ് അത് കാണിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഒറ്റ തവണ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ചെയ്യാൻ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം എടുക്കും എന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത്. പക്ഷേ എങ്കിലും ഞാനൊരു 1 മണിക്കൂർ കുത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ അത് കുത്തി ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു എങ്ങനെ പോയാലും ഒരു 3 ആഴ്ചയ്ക്ക് മുകളിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു USB Type-C ആണ് ഇതിൻ്റെ ഒരു ചാർജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ കുത്താം. അതായത് ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിൽ കുത്തിയിട്ട് ഈ Type-C കുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മൗസ് യൂസ് ചെയ്യാനും പറ്റും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ. അതായത്
അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം ചാർജ് തീർന്നാലും നമുക്ക് ആ USB-C കണക്ടർ കണക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ചാർജും കയറും, നമുക്ക് മൗസും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ 4 ലെവൽസ് ഓഫ് DPI ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. 800, 1200, 1600 ആൻഡ് 2400. നമുക്കത് ഇത് ക്ലിക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു എർഗണോമിക് ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു റിസംബ്ലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്പിൾ മൗസിൻ്റെ ഒരു റിസംബ്ലൻസ് ആണ് ഇതിനുള്ളതെന്ന് പറയാം. പിന്നെ ഇത് ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് ബാംഗ്ലൂരിലാണ് ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളും എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സോ അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു യൂസർ റിവ്യൂ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി നൈസ് ഡിവൈസ്. ഇത് നല്ലൊരു ഡിവൈസ് എന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഒരു 2 ഡിവൈസ് അറ്റ് എ ടൈം യൂസ് ചെയ്ത് നോക്കി. അതായത് ഇപ്പം ജസ്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് ഞാൻ എന്താ പറയുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വിത്തിൻ ലൈക്ക് സെക്കൻഡ്സ് ഇത് അടുത്ത ഡിവൈസിലോട്ട് ഓട്ടോമാറ്റിക്കലി കണ്ടാൽ സീംലെസ് ആയിട്ട് എനിക്ക് യൂസ് ചെയ്യാം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കിതൊരു നല്ല ഡിവൈസ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ എന്താ പറയുക, വേറെ ഹീറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഡിസൈനുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. മൗസിൻ്റെ യൂസേജും കണക്ടിവിറ്റിയും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തപ്പോൾ അത് വിൻഡോസിൽ, മാക്ബുക്കിൽ, ഐപാഡിൽ, ആൻഡ്രോയിഡ് ഫോണിൽ യാതൊരു പ്രശ്നവും കൂടാതെ എനിക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ USB ഇൻ്റർഫേസ് വെച്ചിട്ട് ഞാൻ വിൻഡോസ് ലാപ്ടോപ്പിൽ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അതിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വളരെ സീംലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് എനിക്ക് ഇതുവരെ ഒന്നും തോന്നിയില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മൗസിൻ്റെ പ്രത്യേകത, ആർട്ടിഫോക്സ് ട്രാൻസ്പെറൻറ്റ് മൗസ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.